നമസ്കാരം സാർ. നമസ്തേ സാറ് നമ്മുടെ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബാലിസ്റ്റിക് മിസൈലിൽ നിന്ന് തുടങ്ങി ഡ്രോണിലെത്തി നിൽക്കുകയാണ്. ഈ ഡ്രോണിൽ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാറിപ്പോൾ പറയുമ്പോഴുള്ള മനസ്സിലാകുന്ന കാര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും ചെറിയ സംഭവങ്ങളെക്കാൾ കൂടുതൽ ഏറ്റവും ഫലപ്രദമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് പറയുന്നത്. ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗത്തിലുള്ള പ്രതിരോധ സംവിധാനം. ഈ കഴിഞ്ഞ യുദ്ധത്തിൽ പോലും ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ പോലും ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിഞ്ഞത് വലിയ മിസൈലുകളേക്കാൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞത് ഡ്രോൺ കൊണ്ടുള്ള ആക്രമണം പ്രത്യാക്രമണമായിരുന്നു. ഇത് ഏത് രീതിയിൽ ഇന്ത്യയെ ബാധിക്കും? ഇന്ത്യയും ഇത്തരം മിസൈലുകൾ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നു. അസ്ത്ര, ദിവ്യാസ്ത്ര 1, 2 എന്നുള്ള പേരിൽ. ഇതിൻ്റെ നാളത്തെ പ്രോസ്പെക്ട്സ് ഇന്ത്യയെ സംബന്ധിച്ച് എന്തായിരിക്കും എന്നറിയാൻ താല്പര്യമുണ്ട്. ഇക്കഴിഞ്ഞ അല്ലെങ്കിൽ ഈ 2 ദിവസമേ ആയുള്ളൂ വെടിനിർത്തൽ ഉണ്ടായിട്ട്. ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ ഇറാൻ ഏറ്റവും ഫലപ്രദമായി ഉപയോഗിച്ചത് ദീർഘദൂര ആക്രമണ ഡ്രോണുകളാണ്. പ്രത്യേകിച്ചും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയത് ഷഹീദ് 136 എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഡ്രോൺ ഉണ്ട്. ഏതാണ്ട് 2000 കിലോമീറ്ററിലധികം റേഞ്ചുള്ള ഈ ഡ്രോണ് ഈ യുദ്ധത്തിൽ നിസ്സംശയം നമുക്ക് പറയാം ഈ യുദ്ധത്തിലെ ഏറ്റവും മികച്ച ആയുധങ്ങളിൽ ഒന്നായി. ഇതിന്റെ പ്രത്യേകത, ഈ ഡ്രോൺ യുദ്ധത്തില് ആധുനിക യുദ്ധങ്ങളിൽ, ഡ്രോൺ മാത്രമല്ല ആധുനിക യുദ്ധത്തിൽ 2-3 ഘടകങ്ങളാണ്. ഒന്ന്, ചെലവ്. യുദ്ധം ചെയ്ത് യുദ്ധത്തിന്റെ മാരക പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ കൈവശം ഉണ്ടായാൽ മാത്രം പോരാ, ഈ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ചെലവും കുറവായിരിക്കണം. കാരണം അല്ലെങ്കിൽ ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങളിൽ ഈ വിജയിക്കുന്ന രാജ്യവും പരാജയപ്പെടുന്ന രാജ്യവും തമ്മിൽ ഒരു വ്യത്യാസം കാണത്തില്ല. വിജയിക്കുന്ന രാജ്യം അവരുടെ പൈസ മുഴുവൻ ഈ ആയുധങ്ങൾ ഉണ്ടാക്കിയിട്ട് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കാം. പരാജയപ്പെടുന്ന രാജ്യത്തിന് നാശനഷ്ടങ്ങളിലൂടെ അവർക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാവും. അപ്പോ കുറഞ്ഞ ചിലവിൽ കൂടുതൽ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുക എന്നതാണ് യുദ്ധത്തിന്റെ ഒരു പ്രധാനപ്പെട്ട തന്ത്രം. രണ്ടാമത്തെ തന്ത്രം ദീർഘദൂര മിസൈലുകൾ. അതായത് എനിക്ക് ശത്രുവിനെ ആക്രമിക്കണം, പക്ഷെ ശത്രു എന്നെ ആക്രമിക്കുകയായിരുന്നു. അതായത് ശത്രുവിന്റെ മിസൈലുകളുടെ പരിധിക്ക് പുറത്ത് നിന്നുകൊണ്ട് അവന്റെ തന്ത്രപ്രധാന കേന്ദ്രത്തെ എനിക്ക് ആക്രമിക്കാൻ പറ്റണം. ഇപ്പോഴത്തെ യുദ്ധങ്ങളിലെ പഴയ കാലത്ത് ഇപ്പൊ ഒരു ഫൈറ്റർ ജെറ്റ് വേറൊരു രാജ്യത്തിൽ പോയി ആ രാജ്യത്തെ ഒരു തന്ത്രപ്രധാന കേന്ദ്രത്തിന്റെ നേരെ മുകളിലൂടെ പറന്ന് ഒരു ഗ്രാവിറ്റി ബോംബിട്ടാണ് അങ്ങനെയാണ് ആക്രമണം നടത്തിയിരുന്നത്. അപ്പോ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അന്നൊന്നും അത്ര വികസിച്ചിട്ടില്ല. അന്ന് ശത്രുവിന്റെ വിമാനം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ ഒരു വിമാനം ഉയർന്നു പൊങ്ങിയിട്ട് അതിനെതിരെ ഈ ഡോഗ് ഫൈറ്റ് എന്ന് പറയും, പട്ടി കടിപിടി ഇടുന്ന പോലെ 2 വിമാനങ്ങളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പീരങ്കി വെച്ച് വെടിവെക്കും. ആ കാലമൊക്കെ പോയി. വിമാനം തിരിഞ്ഞും മറിഞ്ഞും പറക്കും, കുത്തനെ മേളോട്ട് പറക്കും. അങ്ങനെയൊക്കെയുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കൊന്നും, അതൊക്കെ ഇന്ന് വ്യോമാഭ്യാസ പ്രകടനങ്ങൾക്ക് മാത്രമായിട്ടാണ്. ശരിക്കും ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എന്ന് പറയുന്ന മിസൈലുകളാണ് ഇന്നത്തെ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെയാണ് ഡ്രോണുകൾ. ഈ ഷഹീദ് ഡ്രോൺ ബദലായിട്ട്, ഷഹീദ് ഡ്രോൺ ആണ് ഞാൻ പറഞ്ഞ ഇഫക്റ്റീവും ഏറ്റവും ചെലവ് കുറഞ്ഞതുമായ ലോകത്തെ ഇന്നത്തെ ഏറ്റവും മികച്ച ഡ്രോൺ എന്ന്. അതായത് കാമിക്കാസെ ഡ്രോൺ അഥവാ സൂയിസൈഡ് ഡ്രോൺ. ഞാൻ പറഞ്ഞത് മറ്റ് ഡ്രോണിന് മറ്റ് കാറ്റഗറികളുണ്ട്, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സൂയിസൈഡ് ഡ്രോണുകളുടെ കാറ്റഗറി, അതായത് ലക്ഷ്യസ്ഥാനത്ത് പോയി ഇടിച്ചിറങ്ങി സ്വയം നശിക്കുകയും ലക്ഷ്യസ്ഥാനത്തെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഡ്രോൺ ആണ് സൂയിസൈഡ് ഡ്രോൺ. അപ്പൊ ഇവിടെ ചാവേർ ഡ്രോൺ. ഇവിടെ ഇതിന് ബദലായിട്ട് ഇതിനേക്കാൾ മികച്ച ഒരു ഡ്രോൺ ഇന്ത്യ നിർമ്മിക്കുന്നതായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നു. ഇതൊരു സ്വകാര്യ കമ്പനിയാണ് നിർമ്മിക്കുന്നത്. ലക്നൗ ആസ്ഥാനമായിട്ടുള്ള ഹോവറിറ്റ് എന്ന ഒരു കമ്പനി. ഈ ഹോവറിറ്റ് എന്ന കമ്പനി നിർമ്മിക്കുന്ന ദിവ്യാസ്ത്ര MK2 Mark II എന്ന ഡ്രോൺ ആണ് ഇപ്പോ ഷഹീദ് 136 താരതമ്യങ്ങൾക്ക് പ്രതിരോധ വിദഗ്ധരെ ഇതുമായിട്ടാണ് നടത്തുന്നത്. എന്താണ് ഈ ഡ്രോണുകളുടെ കാര്യക്ഷമതയിലും പ്രഹരശേഷിയും പറ്റി പറയുമ്പോൾ എന്തൊക്കെ ഘടകങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്?
അതും ഏതൊക്കെ അതിനൊരു മാനദണ്ഡം വേണം. ഒരു 2-3 മാനദണ്ഡങ്ങൾ പ്രധാനപ്പെട്ടത് ഞാൻ പറയാം. അത് മാത്രമല്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ ഒരു ചർച്ചയിൽ സമയപരിമിതി മൂലം പ്രധാനപ്പെട്ട ഘടകങ്ങളെ കുറിച്ച് മാത്രം ഞാൻ പറയാം. ഒന്നാമത്തേത് ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റമാണ്. അതായത് നമ്മൾ എവിടുന്നാണ് വിക്ഷേപിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ടാർഗറ്റ് ഉള്ളത്, ഈ വിക്ഷേപിച്ച ഈ ആയുധം, അതായത് ഡ്രോണ് എങ്ങനെ വളരെ കൃത്യതയോടുകൂടി പോയിട്ട് ലക്ഷ്യസ്ഥാനത്തെ തകർക്കും, അതിന് പ്രോപ്പർ നാവിഗേഷൻ സിസ്റ്റം വേണം. അപ്പൊ ആ കാര്യത്തിൽ എങ്ങനെയാണ് ഇത് തമ്മിൽ താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്, അതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് ഇതിന്റെ വാർഹെഡ് എന്ന് പറഞ്ഞാൽ ഇത് വഹിക്കുന്ന സ്ഫോടക വസ്തു, അത് എത്രത്തോളം കൂട്ടാം, എത്രത്തോളം കുറയ്ക്കാം. ഇത് അതായത് ഈ ഷഹീദിന് വഹിക്കാൻ പറ്റുന്ന പേലോഡ് എത്രയാണ്, അതുപോലെ തന്നെ ഈ ദിവ്യാസ്ത്ര MK2 വഹിക്കാൻ പറ്റുന്ന പേലോഡ് എത്രയാണ്, അപ്പോ കൂടുതൽ മെച്ചമാണോ ദിവ്യാസ്ത്രം? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. അപ്പോ മൂന്നാമത് ഇതിന്റെ വേഗതയാണ്. വേഗതയും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതായത് ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അതിവേഗം കുതിച്ചു വരുന്ന ഒരു മിസൈലിനെയോ ഡ്രോണിനെയോ പ്രതിരോധിക്കാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അപ്പോ ഇതിന്റെ വേഗത എത്രയാണ്? ഈ 3 ഘടകങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ രണ്ടെണ്ണത്തിനെയും തമ്മിൽ, അതായത് ഇറാന്റെ ഷഹീദ് 136നെ കമ്പയർ ചെയ്യാം. അതെ, ദിവ്യാസ്ത്രയും തമ്മിൽ ഇത് രണ്ടും ഏതാണ്ട്. അതുപോലെ ചെലവ്, ഞാൻ ആദ്യം പറഞ്ഞ ചെലവ്, അത് ഞാൻ പറയാൻ പറ്റുമോ? ചെലവ്, ഇതിന്റെ രണ്ടിന്റെയും നിർമ്മാണ ചെലവ് എങ്ങനെയാണ്, അതുകൂടെ നമുക്ക് നോക്കാം. അങ്ങനെ 4 ഘടകങ്ങൾ. അപ്പം ആദ്യം ഈ 4ാമത് ഞാൻ പറഞ്ഞ നിർമ്മാണ ചെലവിൽ നിന്ന് തന്നെ തിരിച്ചു തുടങ്ങും. നിർമ്മാണ ചെലവ് ഷഹീദിനെ ഏറ്റവും വലിയ മേന്മയായിട്ട് ഇന്ന് ലോകം കാണുന്നത് അതിന്റെ കുറഞ്ഞ നിർമ്മാണ ചെലവാണ്. ഒരു ഷഹീദ് 136 ഡ്രോണ് അതിന്റെ വിവിധ വേരിയന്റുകളുണ്ട്. അതായത് പലതരത്തിൽ പല കാറ്റഗറിയിൽപ്പെട്ട ഷഹീദ്. ഇപ്പൊ ഒരു ഡ്രോൺ എന്ന് പറയുമ്പോൾ ഒരു കുടുംബം പോലാണ്. അതിൽ ദീർഘദൂരമുണ്ട്, കുറച്ചുകൂടെ കുറഞ്ഞ റേഞ്ച് ഉള്ളതുണ്ട്, കുറച്ചുകൂടെ സ്ഫോടക വസ്തു വഹിക്കാൻ ശേഷിയുള്ളതുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഈ ഷഹീദ് ഡ്രോണിന്റെ ചെലവെന്ന് പറയുന്നത് $20,000 തൊട്ട് $50,000 വരെ. അങ്ങനെയാണ് അതിന്റെ ചെലവ്. ഇതിനെ പ്രതിരോധിക്കാൻ അമേരിക്ക ബുദ്ധിമുട്ടിയതിന്റെ ഒരു കാരണം അമേരിക്കയുടെ താഡ് എന്ന് പറയുന്ന മിസൈൽ ഡിഫൻസ് സിസ്റ്റമാണ് ഇതിനെ പ്രതിരോധിക്കാനായിട്ട് അവർ ഉപയോഗിച്ചത്. ആ താഡ് ഇത്തരം ഒരു ഡ്രോൺ വരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഇന്റർസെപ്റ്റർ മിസൈലിനെ വിക്ഷേപിക്കും. ആ ഇന്റർസെപ്റ്റർ മിസൈൽ പോയിട്ടാണ് ഈ വരുന്ന ഷഹീദ് ഡ്രോണിനെ പ്രതിരോധിക്കുന്നത്. ആ ഇന്റർസെപ്റ്റർ മിസൈൽ ഒരെണ്ണം ഉണ്ടാക്കാനുള്ള ചെലവെന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് $3 മില്യൺ തൊട്ട് $30 മില്യൺ വരെയാണ്. അപ്പോ ഈ പരമാവധി $50,000 ചെലവാകുന്ന ഒരു ഡ്രോണിനെ പ്രതിരോധിക്കാൻ ഏറ്റവും കുറഞ്ഞത് 3 മില്യൺ, അതായത് $30 ലക്ഷം വേണമെന്ന് പറഞ്ഞാൽ പിന്നെ ആ പ്രതിരോധ സംവിധാനം നിലനിൽക്കാൻ പറ്റുമോ? കാരണം 50,000 വയബിൾ ആവുകയില്ല, എക്കണോമിക്കലി വയബിൾ ആവുകയില്ല. ഇത് പിന്നെ മാത്രവുമല്ല, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പ്രതിരോധ ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ ഷോർട്ടേജും ഉണ്ടായി. കുറഞ്ഞ ചെലവുള്ളതാകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ നിർമ്മിക്കാം, ഡ്രോണുകളുടെ എണ്ണം ഇഷ്ടം പോലെ നിർമ്മിക്കാം. പക്ഷെ തിരിച്ച് ഇന്റർസെപ്റ്റർ മിസൈലുകളുടെ എണ്ണം, ഇത്രയധികം ചെലവേറിയ മിസൈലുകൾ നിർമ്മിക്കാൻ അമേരിക്ക ബുദ്ധിമുട്ടി. അപ്പോ സ്വാഭാവികമായിട്ടും അവിടെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളെ കാൾ ഒരു മികവ് ഈ ഷഹീദ് 136 ഉണ്ടായി. പക്ഷെ ദിവ്യാസ്ത്രയുടെ കാര്യം വരുമ്പോൾ ദിവ്യാസ്ത്രയുടെ പ്രതിരോധ ചെലവിനെ കുറിച്ച് അതിന്റെ നിർമ്മാതാക്കളായ ഹോവറിറ്റ് കമ്പനി പറയുന്നത് ഇതിന് കേവലം $10,000 തൊട്ട് $15,000 മാത്രമേ ചെലവ് വരൂ എന്നാണ്. അതെങ്ങനെയാണ് അത് സാധിച്ചെടുത്തതെന്ന് വെച്ചാല് തദ്ദേശീയമായ 95% ഘടകങ്ങളും ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുക. ഷഹീദ് ഡ്രോൺ നിർമ്മിക്കുന്നത് ഇറാനിലാണെങ്കിലും ഇതിന്റെ ഘടകങ്ങൾ പലതും പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ ഇറക്കുമതി ചെയ്താണ് ഈ ഇറാൻ ഇത് നിർമ്മിക്കുന്നത്. ഇറാൻ അത്ര വലിയൊരു ഈ മിസൈൽ നിർമ്മാണ എക്കോസിസ്റ്റം, ആവാസ വ്യവസ്ഥ ഇല്ല.
അത് കാരണം പുറത്തു നിന്നുള്ള ഘടകങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അസംബിൾ ചെയ്യുക. ആണ് അവർ നിർമ്മിക്കുന്നത്. അസംബിൾ ചെയ്യുകയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ. പക്ഷെ അതിന്റെ സോഫ്റ്റ്വെയർ ഒക്കെ അവർ തന്നെ ഉണ്ടാക്കുന്നത്. സോഫ്റ്റ്വെയർ വളരെ പ്രധാനമാണ്. കാരണം അതാണ് ഇതിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്നത്. പക്ഷെ എങ്കിലും ഈ പറയുന്ന ഇലക്ട്രോണിക്സ് ഘടകങ്ങൾ പൂർണ്ണമായിട്ട് അവർക്ക് വളരെ കുറച്ച്, ഒരു 40% താഴെയാണ് ഇതിന്റെ ഘടകങ്ങൾ ഇറാനിൽ നിർമ്മിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ അതല്ല. ഇന്ത്യയിൽ 95% ഘടകങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇതിന്റെ വില വളരെ കുറഞ്ഞ നിലയിൽ നിർത്തും. മാത്രമല്ല, ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനത്തിന് ആ രാജ്യം ഏർപ്പെടുത്തിയിരിക്കുന്ന, ഏത് രാജ്യത്തു നിന്നാണ് നമ്മളത് ഇമ്പോർട്ട് ചെയ്യുന്നത്, അവര് ഏർപ്പെടുത്തിയിരിക്കുന്ന എക്സ്പോർട്ട് ഡ്യൂട്ടി ഒക്കെ ഉണ്ടാവും. അപ്പൊ അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും വില കൂടും. ഈ ഒരു ഘടകമാണ് ഇത്. കമ്പനിയുടെ അവകാശവാദം അനുസരിച്ച് തീർച്ചയായിട്ടും ഇത് ഷഹീദിനേക്കാൾ പകുതിയിൽ താഴെ മാത്രം വില വരുന്ന ഒരു ഡ്രോണാണ്. അതിന്റെ അത്ര തന്നെ ദൂരം സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട്. 2000 തൊട്ട് 2500 കിലോമീറ്റർ വരെ ദിവ്യാസ്ത്രയ്ക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇനി അതിന്റെ പേലോഡ് നമുക്ക് നോക്കാം. വാർഹെഡിന്റെ വെയിറ്റ്, ഷഹീദിന്റെ വാർഹെഡിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 40 മുതൽ 50 കിലോ വരെയാണ്. ദിവ്യാസ്ത്രയുടേത് 50 തൊട്ട് 100 കിലോ വരെയാണ്. അപ്പോ പേലോഡിന്റെ കാര്യത്തിൽ ഇരട്ടിയോളം വരുന്ന പേലോഡ് വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ ഡ്രോണ് എന്നാണ് ഈ കമ്പനിയുടെ ഒരു ക്ലെയിം. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം ഞാൻ ആദ്യമേ പറഞ്ഞു, നാവിഗേഷൻ സിസ്റ്റം ഒരു മിസൈലിന് ഒരു നമ്മളൊരു ക്രൂയിസ് മിസൈൽ ആണെങ്കിലും, ഒരു ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിലും, ഒരു ലോങ് റേഞ്ച് കോമ്പാറ്റ് ഡ്രോൺ ആണെങ്കിലും, ഒരു ഇന്റലിജൻസ് സർവെയിലൻസ് ആൻഡ് റെക്കോണിസൻസ് ഡ്രോൺ ആണെങ്കിലും എല്ലാം തന്നെ നാവിഗേഷൻ സിസ്റ്റം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് സാധാരണ ഇപ്പോൾ എല്ലാ ഡ്രോണുകളിലും 2 തരത്തിലുള്ള നാവിഗേഷൻ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. ഒന്ന് GPS അടിസ്ഥാനമാക്കി സാറ്റലൈറ്റ് വഴി ഉള്ള നാവിഗേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ GPS പോലുള്ള ഏതെങ്കിലും GNSS എന്ന് പറയുന്നത്, അതായത് ഈ ലൊക്കേഷൻ, പൊസിഷൻ, ടൈമിംഗ്, അതിന്റെ ഏതെങ്കിലും ഒരു രാജ്യം. ഇപ്പൊ GPS സമാനമായിട്ട് ഇന്ത്യക്ക് നാവിക്കുണ്ട്, റഷ്യക്ക് ഉണ്ട്, അതുപോലെ യൂറോപ്യൻ യൂണിയന് ഗലീലിയോ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്, ചൈനയ്ക്ക് ബെയ്ഡു എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കണം. പക്ഷേ ഇവിടെ ഒരു വലിയ അപകടമുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഈ കാർഗിൽ യുദ്ധം നടന്നപ്പോ ഇന്ത്യയുടെ മിസൈലുകൾക്ക് GPS സംവിധാനം അമേരിക്ക ഓഫ് ചെയ്തു. അതായത് ഇന്ത്യയിലേക്ക്, ഈ പ്രദേശത്തേക്ക് GPS സംവിധാനം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ അതെ. കാരണം സുഹൃത്തായ പാകിസ്ഥാനെ അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് അമേരിക്ക മനസ്സിലാക്കി. അങ്ങനെയാണ് നമ്മൾ ബൊഫോഴ്സ് ഗൺ ഉപയോഗിക്കാൻ നമ്മൾ നിർബന്ധിതമായത്. ബൊഫോഴ്സ് ഗൺ അവിടെ വലിയ പ്രയോജനം ചെയ്തു. ഒരുപക്ഷെ ഒരു കാലഘട്ടത്തില് ഈ ബൊഫോഴ്സിനെതിരെ ഒരുപാട് ആരോപണം വന്നെങ്കിലും തീർച്ചയായിട്ടും ആ കാലഘട്ടത്തിൽ രാജീവ് ഗാന്ധിക്കെതിരെ ഏറ്റവും അധികം ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു ഇടപാടായിരുന്നു. പക്ഷെ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള ഒരു പീരങ്കിയാണ് ബൊഫോഴ്സ് എന്നത് കാർഗിൽ യുദ്ധത്തിൽ തെളിയിക്കപ്പെട്ടു. അത് വേറൊരു ചർച്ചയ്ക്ക് പൂർണ്ണമായിട്ടും ചെയ്യേണ്ട ഒരു വിഷയമാണ്. അത് പിന്നീട് നമുക്ക് ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു സമയത്ത് ഈ GPS സംവിധാനം നമ്മൾക്ക് ഡിനൈ ചെയ്യപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോ ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം എന്ന മറ്റൊരു സംവിധാനമുണ്ട്. അതിപ്പോ എല്ലാ മിസൈലുകളിലും അതുപോലെ തന്നെ ഡ്രോണുകളിലും ഉണ്ട്. ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ ടെറൈൻ മനസ്സിലാക്കിക്കൊണ്ട്, അതായത് പോകുന്ന വഴി മനസ്സിലാക്കിക്കൊണ്ട്, നേരത്തെ ഈ മിസൈലിന്റെ കമ്പ്യൂട്ടറിൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഫീഡ് ചെയ്തിരിക്കും. അപ്പോ ഒരു വിധമൊക്കെ കറക്റ്റായിട്ട് തന്നെ മിസൈൽ ഈ ഇനർഷ്യൽ ഗൈഡൻസ് സിസ്റ്റം ഉപയോഗിച്ച് മിസൈൽ മുന്നോട്ട് പോകും. കാരണം ചില ലാൻഡ്മാർക്കുകളെ കുറിച്ചുള്ള സൂചനകൾ ഫീഡ് ചെയ്തിരിക്കും. ഇപ്പൊ വരുന്ന വഴിയിൽ ഒരു വലിയ ടവർ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ മിസൈലിലെ കമ്പ്യൂട്ടർ ഈ ടവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ടവറിന്റെ അടുത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഈ രീതിയിൽ പോകണം. അങ്ങനെ ലാൻഡ്മാർക്കുകൾ ബേസ് ചെയ്തിട്ടാണ് മിസൈൽ സ്വയം വഴി കണ്ടെത്തും. പക്ഷെ അതിനേക്കാളൊക്കെ ബെറ്റർ ഈ 2 സിസ്റ്റവും ഇറാന്റെ ഷഹീദിലുണ്ട്. പക്ഷേ ആ GPS കൂടാതെ, അല്ലെങ്കിൽ GNSS, ഞാൻ ഈ പറയുന്ന ഇന്ത്യയുടെ നാവിക് ഉൾപ്പെടെയുള്ളത് ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനവുമുണ്ട്. എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന വളരെ ആധുനികമായിട്ടുള്ള ഒരു സംവിധാനം ഈ ദിവ്യാസ്ത്ര 2 നമ്മൾ സംയോജിപ്പിച്ചിട്ടുണ്ട്. ഈ എഡ്ജ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ മിസൈല് അല്ലെങ്കിൽ ഈ ഡ്രോണിനുള്ളിലുള്ള
മൈക്രോ പ്രോസസ്സറുകൾ ലോക്കലി അതിൽ മിസൈലിന് ലഭിക്കും. പോകുന്ന വഴിയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പിന്നെ ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന അത്തരം ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനുള്ളിൽ വെച്ച് തന്നെ പ്രോസസ് ചെയ്യും. അവിടാണ് ആ വ്യത്യാസം. ആ പ്രോസസ്സിങ്ങില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇത് വെരിഫൈ ചെയ്യുകയും അത് പിന്നെ ഒരു സെർവർ, അതായത് ലോഞ്ചിങ് പാഡിന്റെയോ അതല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റ് സെർവറുകൾ ഉപയോഗിച്ചോ അത് വെരിഫൈ ചെയ്ത് വളരെ കൃത്യമായിട്ട് കമ്പ്യൂട്ട് ചെയ്തിട്ട് ആ വഴി പെർഫെക്ഷനിലേക്ക് എത്തിക്കും. മറ്റേത് ഇനർഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ആകുമ്പോൾ അത്ര പെർഫെക്ഷൻ വരുന്നില്ല. അതൊരു ഊഹത്തിന് അതങ്ങ് പോവും. ചിലപ്പം ചെന്ന് കൊള്ളാം, ചിലപ്പം ചെന്ന് കൊണ്ടില്ലെന്നിരിക്കാം. പക്ഷെ എഡ്ജ് കമ്പ്യൂട്ടിങ് വരുമ്പോൾ അതെ പൊട്ടക്കണ്ണന്റെ മാവേലിയർ പോലെ ആവും. ഒരു 3-4 പോകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം മാങ്ങയെ ചെന്ന് കൊള്ളും എന്നുള്ളതാണല്ലോ അതിന്റെ ഒരു തത്വം. പക്ഷെ ഇതല്ല, വളരെ കൃത്യതയോടുകൂടി ഇതിനുള്ളിൽ ഒരു ഓൺബോർഡ് കമ്പ്യൂട്ടർ ഉള്ളതുകൊണ്ട് ആ കമ്പ്യൂട്ടർ ഈ വഴി വളരെ കൃത്യമായിട്ട് അത് തിരുത്തി ഒരു 3D മാപ്പ് അത് സ്വയം ഉണ്ടാക്കുക. ഒരു 3 ഡയമെൻഷണൽ മാപ്പ് ഈ ഡ്രോണിനുള്ളിൽ തന്നെ അത് നിർമ്മിക്കും, പോകുന്ന വഴിയിൽ വെച്ച്. അങ്ങനെ നിർമ്മിച്ചിട്ടാണ് പിന്നെ ഇതിന്റെ നാവിഗേഷൻ സിസ്റ്റം. അതായത് നാവിഗേഷൻ സിസ്റ്റം വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. ഇത്തരം ഒരു നാവിഗേഷൻ സിസ്റ്റം ഷഹീദിനില്ല. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ, നമ്മുടെ സമയം പരിധി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇതിന്റെ സ്പീഡ് ഞാൻ ആദ്യമേ പറഞ്ഞു, ടെർമിനൽ വെലോസിറ്റി എപ്പോഴും വളരെ പ്രധാനമാണ്. ഷഹീദ് ഡ്രോണിന്റെ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് പരമാവധി 185 കിലോമീറ്റർ ആണ് മണിക്കൂറിൽ. പക്ഷേ ദിവ്യാസ്ത്രയുടെ ടെർമിനൽ വെലോസിറ്റി മണിക്കൂറിൽ പരമാവധി 400 കിലോമീറ്റർ എന്ന വേഗതയാണ്. അപ്പൊ ടെർമിനൽ വെലോസിറ്റി ഷഹീദിന്റെ ഇരട്ടിയിലധികം വേഗത്തിലാണ് ലക്ഷ്യസ്ഥാനത്ത് ഇത് സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും മിസൈൽ ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇതിനെ തടഞ്ഞു നിർത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെ തകർക്കാനുള്ള സാധ്യത കൂടുകയാണ്. ഇതാണ് ഈ മിസൈലിന്റെ, ഈ ദിവ്യാസ്ത്ര ഡ്രോണിന്റെ, കോമ്പാറ്റ് ഡ്രോണിന്റെ മെച്ചങ്ങൾ. എന്തായാലും ശരി, വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ പിന്നെ ഓപ്പറേഷണൽ ട്രയൽ എന്ന് പറയുന്നത് ചിലതൊക്കെ നടന്നു കഴിഞ്ഞു. പക്ഷെ അത് പൂർത്തീകരിച്ച് ഇതിന്റെ യൂസറായ ഇന്ത്യൻ സൈന്യം ട്രയൽ തുടങ്ങുമ്പോഴാണ് കുറച്ചുകൂടി നിഷ്പക്ഷമായിട്ട് നമുക്ക് ഈ വിവരങ്ങൾ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത്. അത് സമീപ ഭാവിയിൽ തന്നെ അത്തരം ട്രയലുകൾ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ശരി, അതോടനുബന്ധം ആ സമയമാകുമ്പോഴേക്കും അവൈലബിൾ ആയിട്ടുള്ള വിവരങ്ങളും അതിന്റെ അടിസ്ഥാനത്തിൽ വിശകലനങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ സമീപിക്കാം. ഒരിക്കൽ കൂടി നമസ്കാരം.